സോ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? എവിടെ വരെ എത്തിന്നൊക്കെ ഓർമ്മയുണ്ടോ? ചാപ്റ്ററിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? അതെ, നമ്മള് പറഞ്ഞു വെച്ചത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഫോം ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതിനുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാൻ. എല്ലാ ഐറ്റം പ്രോബ്ലംസും നമുക്ക് ചെയ്യണം. അതില് ഒരു ചോദ്യം ഇങ്ങനെയാണ്. എല്ലാവരും ചോദ്യം എഴുതിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം സമചതുരത്തിന്റെ വശങ്ങളെല്ലാം ഒരു സെന്റിമീറ്റർ കൂടി വലുതാക്കിയപ്പോൾ അതിന്റെ പരപ്പളവ് 36 സെന്റിമീറ്റർ സ്ക്വയർ ആയി. അതിന്റെ പരപ്പളവ് 36 സെന്റിമീറ്റർ സ്ക്വയർ ആയി. പരപ്പളവ് 34 സെന്റിമീറ്റർ സ്ക്വയർ ആയി എങ്കിൽ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ത്? സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ത്? സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ത്? ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതാം. when each side of a square is increased by 1 centimeter, the area becomes 36 centimeter square. Area becomes 36 centimeter square. 36 centimeter square. What is the length of the side? What is the length of a side of the original square? ശരിയല്ലോ? അപ്പൊ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, അതിന്റെ സൈഡൊക്കെ ഒന്ന് കുറച്ച് വലുതാക്കിയപ്പോൾ ഏരിയ 36 സെന്റിമീറ്റർ സ്ക്വയർ. എങ്കിൽ ഇതിന്റെ സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതിന്റെ സൈഡ് അറിയാത്തതായതുകൊണ്ട് ഇതിന്റെ സൈഡ് എക്സ് ആണെന്ന് കിട്ടും. ഇതിന്റെ സൈഡ് അല്ലെങ്കിൽ വശം എക്സ് ആണ് എന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് ഇതിനേക്കാൾ ഒന്ന് കൂടി, അതായത് ഇവിടെ x+1 ഉണ്ട്. എല്ലാ സൈഡും x+1 ആണ്, ഒന്ന് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ്, ഇതിന്റെ സൈഡ് അല്ലെങ്കിൽ ഇതിന്റെ വശം x+1 ആണ്. ഇതിന്റെ പരപ്പളവ് 36 ആണ്. പരപ്പളവ് നിങ്ങൾ ഇങ്ങനെ വീതി, അതായത് x+1 x+1ന്റെ സ്ക്വയർ 36 ആണ്. x+1ന്റെ സ്ക്വയർ 36 ആണ്. എങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതിന്റെ x+1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് √36. അതായത്
x plus 1 എന്ന് പറയുന്നത് plus or minus 6 ആണ്. x plus 1 എന്ന് പറയുന്നത് plus or minus 6 ആണ്. ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ x plus 1 എന്ന് പറയുന്നത് 6 എന്നും മൈനസ് ചെയ്യുകയാണെങ്കിൽ x plus 1 എന്ന് പറയുന്നത് minus 6 കിട്ടും. ഇങ്ങനെ രണ്ടെണ്ണം വരും. ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ x equal to 6 minus 1 അതായത് 5 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ മൈനസ് നെഗറ്റീവ് ആണ് വരിക, മൈനസ് 6 മൈനസ് 1 അതായത് മൈനസ് 7 എന്ന് കിട്ടും. ഒരു വസ്തുവിന്റെ നീളം മൈനസ് 7 ഉണ്ടാവില്ല. അപ്പൊ എക്സ് 5 ആണ്. എക്സ് 5 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വസ്തുവിന്റെ നീളം അല്ലെങ്കിൽ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടും. 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഈ രീതിയിലാണ് ഇതിന്റെ ആൻസർ ചെയ്യാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ പറയാൻ ശ്രമിച്ചു. എന്താണ്? ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വസ്തുവിന്റെ നീളം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കാറുള്ളത്. എക്സ് ആണ് ഇതിന്റെ വസ്തുവിന്റെ നീളം കണ്ടുപിടിക്കാറ്. വേറൊരു സമയമുണ്ട്, സ്ക്വയർ ഉണ്ട്. ഇതിനേക്കാൾ സൈഡ് എല്ലാം ഒന്ന് കൂടുതലാണ്. ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് പ്ലസ് 1, എക്സ് ആവുമ്പോൾ എക്സ് പ്ലസ് 1, ഇതിന്റെ സൈഡ് എക്സ് പ്ലസ് 1. ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ആണ്. പരപ്പളവ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 36 ആണ്. അതിന് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടും. അതിൽ ഒന്ന് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് നമ്മൾ എടുക്കാറില്ല, പ്ലസ് എന്ന വാല്യൂ എടുത്തു. അതാണ് ഇതിന്റെ സൈഡ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയും, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയാം, ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ ആണ്. അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ, എഴുതിയെടുത്തോ, എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ബോർഡ് വായിക്കാണ്. ഓക്കെ, അടുത്ത നോക്കാം. എഴുതിക്കോളൂ. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം, ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം, ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ, ഒരു സമയത്തിന്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 സെന്റിമീറ്റർ സ്ക്വയർ ആയി. പരപ്പളവ് 49 സെന്റിമീറ്റർ സ്ക്വയർ ആയി. ആദ്യ സമചതുരത്തിന്റെ ഒരു വശം ഉണ്ട്. ആദ്യ സമചതുരത്തിന്റെ ഒരു വശം ഉണ്ട്. ആദ്യ സമചതുരത്തിന്റെ ഒരു വശം ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിക്കോ. When each side of a square, when each side of a square is reduced by 2 meters, the area became 49. The area became 49 meters square. The area became 49
meter square under 49 meter square. What was the length of the original square? What was the length of the original square? Original square length എത്രയാണ്? What was the length of the original square? അപ്പോൾ ഈ ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വശം x ആണ് എന്ന് കരുതുക. ഇതിന്റെ സൈഡ് അല്ലെങ്കിൽ വശം x - 2 ആണ്. എന്തുകൊണ്ട്? ഇതിനേക്കാൾ 2 കുറവായിരുന്നു. പിന്നെ പറയുന്നത് ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 49 ആണ്. അപ്പൊ x - 2 into x - 2, അതായത് x - 2 സ്ക്വയർ 49 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. x - 2 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് √49 ആണ്. ചെറുതാക്കുമ്പോ x - 2 equal to പ്ലസ് ഓർ മൈനസ് 7 എന്ന് കിട്ടും. ഇത് രണ്ട് ഈക്വേഷൻസ് ആക്കി മാറ്റുന്നു. ഒന്നാമതിലെ x - 2 equal to പ്ലസ് 7 ആണ്. അപ്പൊ x equal to 7 plus 2 എന്ന് പറഞ്ഞാൽ 9 കിട്ടും. x equal to 9 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, വശം എന്ന് പറയുന്നത് സൈഡ് 9 മീറ്റർ ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ഭാഗം മൈനസ് ആണ്, അത് ആവശ്യമില്ല. x - 2 equal to -7 ആണ്. ഇത് അപ്പുറത്തോട്ട് x equal to -7 plus 2. ആൻസർ വരിക -5 ആണ്. വശം -5 ഉണ്ടാവില്ല. അതുകൊണ്ട് ആൻസർ പ്ലസ് ഉള്ളത് തന്നെയാണ്. മൈനസ് ഉള്ളത് നമുക്ക് ആവശ്യമില്ല. പ്ലസ് ഉള്ളതായിരുന്നു ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് ചോദ്യം ശ്രദ്ധിക്കാം. അടുത്ത നോക്കാം. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 6 സെന്റിമീറ്റർ കുറച്ചപ്പോൾ 6 സെന്റിമീറ്റർ കുറച്ചപ്പോൾ ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 6 സെന്റിമീറ്റർ കുറച്ചപ്പോൾ പരപ്പളവ് 900 സെന്റിമീറ്റർ സ്ക്വയർ ആയി. പരപ്പളവ് 900 സെന്റിമീറ്റർ സ്ക്വയർ ആയി. ആദ്യ സമചതുരത്തിന്റെ ഒരു വശം എന്തായിരുന്നു? ആദ്യ സമചതുരത്തിന്റെ ഒരു വശം എന്തായിരുന്നു? ആദ്യ സമചതുരത്തിന്റെ ഒരു വശം എന്തായിരുന്നു? ഇംഗ്ലീഷ് മീഡിയക്കാരായിരിക്കും. If each side of a square is reduced, if each side of a square is reduced by 6 centimeter, the area becomes 900 centimeter square. The area becomes 900 centimeter square.
What is the length of the side of original square? What is the length of the side of the original square? അപ്പോൾ നോക്കാം ഇതിന്റെ സൈഡ് അല്ലെങ്കിൽ ഇതിന്റെ വശം x ആണ് എന്ന് കരുതാം. അപ്പോൾ ഇതിന്റെ വശം അല്ലെങ്കിൽ സൈഡ് x - 6 ആണ്. ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 900 ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ x - 6 ഹോൾ സ്ക്വയർ കണ്ടിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇത് ചെയ്യാം. അപ്പോൾ ചെയ്ത് നോക്കിയാൽ കിട്ടും x - 6 ± √900 30 ആണ്. രണ്ടാക്കി മാറ്റുമ്പോൾ ഒന്നാമത്തേത് x - 6 +30, രണ്ടാമത്തേത് x - 6 -30. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -30 ഉം 6 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -24 ആണ് വരിക. ഇത് നമുക്ക് ആവശ്യമില്ല. അതേസമയം ഇത് ആവശ്യമുണ്ട്. എന്താ x = 30 + 6 ആണ്. x = 36 ആണ്. അപ്പോൾ നമുക്ക് ഞാൻ മനസ്സിലായി വശം 36 സെന്റിമീറ്റർ ആണ്. ഈ ആൻസർ സ്വന്തമായിട്ട് കിട്ടിയാണെങ്കിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് ആൻസർ സ്വന്തമായിട്ട് കിട്ടിയ ഒരു പേരൊന്ന് ടൈപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ആൻസർ കിട്ടിയ ഒരു പേരൊന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ഗുഡ്. അടുത്തത് സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും, അതായത് സമചതുരാകൃതിയായ ഒരു മൈതാനം. ഇതാണ് മൈതാനം. സമചതുരാകൃതിയായ മൈതാനത്തിന് ചുറ്റും സമചതുരാകൃതിയായ മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. അപ്പൊ ഈ മൈതാനം ഇവിടെ ഉണ്ട്. ഈ മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. മൈതാനവും പാതയും ചേർന്ന 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 സമചതുരത്തിന്റെ പരപ്പളവ് 1225 മീറ്റർ സ്ക്വയർ 1225 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ മൈതാനത്തിന്റെ പരപ്പളവ് എന്ത്? മൈതാനത്തിന്റെ പരപ്പളവ് എന്ത്? മൈതാനത്തിന്റെ പരപ്പളവ് എന്ത്? ഇംഗ്ലീഷ് മീഡിയക്കാരേനാ? A square ground has 2 meters wide path, has 2 meters wide path all around it. 2 meters wide path all around it. The total area of the ground and the path is the total area of the ground and path is the total area of the ground and path is 1225 meters square. What is the area of the ground?
What is the area of the ground? What is the area of the ground? What is the area of the ground? അപ്പൊ ഈ ഗ്രൗണ്ടിന്റെ ഒരു വശം x ആണ്, മറ്റേ വശം x ആണ്. ഈ ഗ്രൗണ്ടിന്റെ ഇതൊക്കെ x ആണെങ്കിൽ ഇത് 2 മീറ്റർ വീതിയുണ്ട്, 2 മീറ്റർ വീതിയുടെ ഒരു പാതയുണ്ട്. അപ്പൊ ഈ സൈഡിൽ എന്താണ് x ഇവിടെ 2 പടിയാണ്, x + 4. അതുപോലെ ഈ സൈഡ് ഇവിടെ 2 പടി നൽകുമ്പോൾ ഇതും x + 4. അപ്പൊ ഇങ്ങനെ x + 4 ആണ് ഇതിന്റെ ഒരു വശം വരാൻ. ഈ x + 4 ന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ x + 4 ന്റെ സ്ക്വയർ, അതാണ് 1225. x + 4 ആണ് 1225. അങ്ങനെയാണെങ്കിൽ x + 4 കണ്ടുപിടിക്കുന്നത് ± 1225 ന്റെ റൂട്ട് ആർക്കെങ്കിലും അറിയില്ലേ എന്ന് പറഞ്ഞേ. 1225 ന്റെ റൂട്ട് അറിയോ? എത്രയാണ് വരിക? എത്രയാണ് വരിക? യെസ്, 35 ആണ്. അപ്പൊ ഇതിന്റെ പ്ലസ് ഉള്ളത് മാത്രം എടുക്കാം. പ്ലസ് ഉള്ളത് എന്താ? x + 4 = 35. അങ്ങനെയാണെങ്കിൽ x = 35ന്റെ 4 കുറച്ചാൽ x = 31. അപ്പൊ ഇതിന്റെ ഒരു വശം 31 ആണ്, ഇവിടെ 31, ഇവിടെ 31. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ 31 × 31. എത്രയാണ് ആൻസർ? അതൊന്ന് എഴുതിക്കുക. എത്രയാണ് ആൻസർ എഴുതിക്കുക? ആൻസർ എത്ര കിട്ടുക? ഇതിന്റെ ഈ വശം 31, ഈ വശം 31. 31 × 31 961 മീറ്റർ സ്ക്വയർ. ആൻസർ സ്വന്തമായി കിട്ടിയത് മാത്രം പേരൊന്ന് ടൈപ്പ് ചെയ്യാം. സ്വന്തമായിട്ട് ആൻസർ കിട്ടിയത് മാത്രം ഒന്ന് പേര് ടൈപ്പ് ചെയ്യാം. റോഷന് കിട്ടി. കൈലാസ്, റോഷൻ, ആഫ്രിൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ് അല്ലേ? ഓക്കെ. സന, അദ്വ, ഫാത്തിമ ഷെറിൻ, ദിയാന, അമിന, ഫാത്തിമ ഷദ, റിൻഷിദ, ഫഹ്മ, ഹൈഫ, ഫാത്തിമ ഹൈഫ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പ്രയാസമൊന്നുമില്ലല്ലോ? മനസ്സിലാവാത്ത കേസൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 2, 5, 8 എക്സെട്ര 2, 5, 8 എക്സെട്ര എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ്? എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതാം. The square of a term in the arithmetic sequence, the square of a term in the arithmetic sequence 2, 5, 8 etc. 2, 5, 8 etc. is 250. Is 250. And 250 is 2500. Okay. 2, 5, 8 etc. ഇങ്ങനെ പോവാണ്. ഇത് ഏതോ ഒരു
ടേം ഉണ്ട്. ആ ടേമിന്റെ സ്ക്വയർ ആണ് 2050. ആ ടേം അറിയില്ല, അത് നമ്മൾ nth ടേം ആണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇതിലെ nth ടേം എന്നാമത്തെ പദത്തിന്റെ സ്ക്വയർ ആണ് 250 എന്ന് വിചാരിക്കും. ഇതിന്റെ nth ടേം എന്നാമത്തെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. എന്നാമത് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല എന്താ? അതെ, dn പ്ലസ് f മൈനസ് d ഇതാണ് ഫോർമുല അല്ലേ? d എന്ന് പറഞ്ഞാൽ വ്യത്യാസം എത്രയാണ്? വ്യത്യാസം 3 ആണ്. അപ്പോൾ 3n പ്ലസ് f എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മൈനസ് d എന്ന് പറഞ്ഞാൽ 3 ആണ്. ആൻസർ 3n മൈനസ് 1 എന്നാണ് കിട്ടുക. 3n മൈനസ് 1 ആണ് nth ടേം. 3n മൈനസ് 1 ആണ്. ആ അങ്ങനെ വരുന്ന 3n മൈനസ് 1 ന്റെ സ്ക്വയർ ആണ് 2500. 3n മൈനസ് 1 ന്റെ സ്ക്വയർ ആണ് 2500. അപ്പൊ nth ടേമിന്റെ സ്ക്വയർ ആണ് 2500 എന്ന് എടുക്കുക. ആ nth ഇനി എന്ത് ചെയ്യാം? സ്ക്വയർ ഒഴിവാക്കുമ്പോൾ 3n മൈനസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2500. അപ്പോ 3n മൈനസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2500 പ്ലസ് ആണ് 50 ആണ്. പക്ഷെ നമുക്ക് ഇതിൽ പ്ലസ് ഉള്ളത് മാത്രം മതി. പ്ലസ് ഉള്ളത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ 3n മൈനസ് 1 50 ആണെങ്കിൽ 3n 50 പ്ലസ് 1 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ 3n എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 1 51 അല്ലേ? അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ചെയ്ത് നോക്കിയ ആൻസർ എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞേ. ഫുള്ളായിട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് എത്ര കിട്ടുന്നു പറഞ്ഞേ. ആ കണ്ടുപിടിക്കും. ചെയ്ത് കണ്ടുപിടിക്കാന്ന് പറയാം. അതായത് 51 ഡിവൈഡഡ് ബൈ 3 ആൻസർ കിട്ടുന്നത് 17. അപ്പൊ എത്രാമത്തെ പദത്തിന്റെ വർഗ്ഗമാണ് 2500? 17ാം പദത്തിന്റെ വർഗ്ഗമാണ് 2000. Seventeenth term is 2500. Square of 17th term is 2500. Yes, 17th term ആണ് 50. അതിന്റെ സ്ക്വയർ ആണ് 2000. അടുത്ത ചോദ്യം. അടുത്തത് ചോദ്യം ഇതുപോലെ. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിൽ ഒരു പദ്ധതിയിൽ 2000 രൂപ നിക്ഷേപിച്ചു. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിൽ 2000 രൂപ നിക്ഷേപിച്ചു. ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. പേജ് നമ്പർ അറിയുന്നവർ വാക്കിന്റെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കുക.
എക്സിലുള്ള ചോദ്യം തന്നെയാണ്. 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 2205 രൂപ 2205 രൂപയായി. പലിശ നിരക്ക് എത്ര ശതമാനമാണ്? പലിശ നിരക്ക് എത്ര ശതമാനം? അപ്പൊ 2000 രൂപയാണ് ബാങ്ക് ഇട്ടത്, 2 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. എങ്കിൽ പലിശ നിരക്ക് എത്രയാണ് ചോദ്യം. അതിന് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തില് ആ ചോദ്യം എഴുതിക്കോളൂ. 2000 rupees was deposited. 2000 rupees was deposited in a scheme in which interest is compounded annually. Interest is compounded annually. Interest is compounded annually. Full stop. After 2 years, the amount in the account was 2405. Textbook question anta 2205. What is the rate of interest? What is the rate of interest? അപ്പോൾ അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. P into 1 plus R by 100 raised to n. ഇതാണ് amount. ഇതാണ് അതിന്റെ ഫോർമുല. ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് 2205 ആണ്. ഇതാണ് ഇതിന്റെ ഫോർമുല. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഫോർമുല. ഈ എമൗണ്ട് എന്ന് പറയുന്നത് അത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 2000 ആണ്. 1 പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് അറിയാത്തത്. R by 100. ഇതിനെ എത്ര വർഷം? 2 വർഷം കഴിഞ്ഞിട്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 2 വർഷം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ 2 എന്ന് എഴുതി ഈക്വൽ ടു 2205. ഇനി 2000 അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പൊ 1 plus R by 100 എന്ന് പറയുന്നത് 2205 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി ചെയ്യുന്ന പരിപാടി 1 plus R by 100 raised to n. ഇത് എത്ര ആൻസർ? ഇത് എത്ര ആൻസർ നോക്കാം. ഇതിലെ 441 ഉണ്ട്. ഇതിലെ 405 ഉണ്ട്. ഇവിടെ n-ന്റെ വാല്യൂ 2 ആണ്. തന്നെ മതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചു 1 plus R by 100 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് 441/400. അതിന്റെ റൂട്ട് എന്താ? 1 plus R by 100 എന്ന് പറയുന്നത് R by 100 എന്ന് പറയുന്നത് 21/20 ആണ്. 21/20 ആണ്. ഇതിനെ കൂടെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ R by 100 എന്ന് പറയുന്നത് 21/20 മൈനസ് 1 ആണ്.
അപ്പൊ ഈ മൈനസ് ഒന്നിനെ ഇതിന്റെ താഴെ ഒന്ന് എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെറുതാക്കും. അപ്പൊ 6/100 എന്ന് പറയുന്നത് 21 മൈനസ് 20/20 എന്ന് കിട്ടും. ആൻസർ വരികയാണെങ്കിൽ 6/100 എന്ന് പറയുന്നത് 1/20 ആണ് എന്ന് കിട്ടും. 1/20 ആണ് എന്ന് കിട്ടും. 1/20. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 100 കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എത്ര ശതമാനമാണ് എന്ന് കിട്ടും. അപ്പൊ R = 1/20 × 100. 1/20 × 100 എന്ന് പറഞ്ഞാൽ 100/20 ആണ്. 100/20 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 5% എന്നാണ്. 5%, 5 എന്നാണ് ആൻസർ കിട്ടുക. ഒന്നുകൂടെ പറയാം. ഫോർമുല 2000 രൂപ നിക്ഷേപിച്ചു, അത് 2250 രൂപയായി മാറിയതാണ്. ഇതില് ഫോർമുല നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഫോർമുലയാണ്. ഇവിടെ ചെയ്യുന്നത്, ഇവിടെ n സ്ഥാനത്ത് 2 കൊടുത്തു, p സ്ഥാനത്ത് 2000 കൊടുത്തു. 2000 അപ്പുറത്തേക്ക് എടുത്തു, ഡിവൈഡ് ചെയ്തു, 5 കൊണ്ട് വെട്ടി ചെറുതാക്കി. നേരത്തെ ചെയ്ത മാത്രം സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇട്ടു. 440ന്റെ 400 റൂട്ട് കാണുക 20 കിട്ടും. എന്നിട്ട് ഈ പ്ലസ് ഒന്നിനെ പുറത്തേക്ക് എടുത്തു, ആ മൈനസ് ഒന്നാവും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ കുറച്ചു. അങ്ങനെ കുറച്ചപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കുമ്പോൾ 6 കിട്ടും. ഈ 6നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയാം. അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. കഴിഞ്ഞാൽ രജിസ്റ്റർ പറയാം. ഓക്കെ, കഴിഞ്ഞവരെ അടുത്ത ചോദ്യം എഴുതാം. കഴിഞ്ഞ ആളുകൾ അടുത്ത ചോദ്യം എഴുതാം. എഴുതിക്കോളൂ. ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 2 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 2 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 224 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ പരപ്പളവ് 224 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ വശങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം. ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിക്കോ. One side of a rectangle is 2 centimeter longer than the other side. 2 centimeter longer than the other side. And its area is 224 centimeters square. 224 centimeters square. What are the length of sides? അപ്പൊ ഇതിന്റെ വശങ്ങൾ അല്ലെങ്കിൽ സൈഡ് x ആണ്, മറ്റേ സൈഡ് കൂടുതലാണ്. അല്ലേ? ഒരു വശം x ആണ്, മറ്റേ സൈഡിനേക്കാൾ 2 കൂടുതലാണ്. ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്
പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഏരിയ എത്ര 224 ഏരിയ എന്ന് പറയുന്നത് വീതിയാണ് x into x plus 2 ആണ് ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതിനാണ് 224 കിട്ടുന്നത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പോൾ x square plus 2x equal to 224 കിട്ടും അടുത്ത സ്റ്റെപ്പ് നമ്മൾ പഠിച്ചതാണ് ഇതിന്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടും അപ്പോൾ x square plus 2x ഇതിന്റെ പകുതി എന്ന് 1 ആണ് 1 ന്റെ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടുക രണ്ട് സൈഡിലും 1 ന്റെ സ്ക്വയർ കൂട്ടിയാൽ ഈ ഭാഗത്തിന് നമുക്ക് x plus 1 whole square എന്ന് പറയാം ഇപ്പുറത്തുള്ളത് 224 കൂട്ടിയാൽ 225 അടുത്ത സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു x plus 1 equal to plus or minus 225 ഇത് ഒരു വശമാണ് ചോദിച്ചത് അതുകൊണ്ട് പ്ലസ് ഇട്ടാൽ മതി മൈനസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ പ്ലസ് ഉള്ളത് മാത്രം എടുക്കാം x plus 1 equal to plus 15 കിട്ടും അതിനെ ചെയ്തു വരുമ്പോൾ x equal to 15 ന് 1 കുറച്ചാൽ x 14 കിട്ടും നമുക്കറിയാം വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് x ആണ് ഒന്ന് അതിനേക്കാൾ രണ്ട് കൂടുതലുമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 14 ഉണ്ട് അതിനേക്കാൾ രണ്ട് കൂടുതലുണ്ട് അതായത് 14 16 വശങ്ങൾ 14 അതിനേക്കാൾ രണ്ട് കൂടുതലും 14 16 വശങ്ങളെ വരിക മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ മാത്രം യെസ് പറയാം മനസ്സിലായ ആളുകൾ മാത്രം പേര് ടൈപ്പ് ചെയ്യാം മനസ്സിലായവർ മാത്രം പേര് ടൈപ്പ് ചെയ്യാം ഇതുപോലെ ക്വസ്റ്റ്യൻ എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ ഓക്കെ എല്ലാവരും ഓക്കെ ആണ് എനിക്ക് കഴിഞ്ഞ വരെ ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം ഓക്കെ ഞാൻ കേട്ടോളൂ ഒന്നും കൂടെ തരാം കേൾക്കോളൂ ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ് ചെറിയ വശത്തേക്കാൾ 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ് ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ് അതിന്റെ പരപ്പളവ് 224 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ പരപ്പളവ് 224 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആയാൽ വശങ്ങളുടെ നീളം എന്താണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് പറഞ്ഞത് ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിക്കോളൂ one side of a rectangle is 20 meter longer than the other side 20 meter longer than the other side 20 meter longer than the other side അപ്പോൾ വശങ്ങള് ഒന്നും മറ്റേക്കാൾ 20 കൂടുതൽ പറ്റും 20 meter longer than the other side and its area is 224 centimeters square 224 centimeters square what are the sides അതിന്റെ വശങ്ങൾ എന്താണ് what are the sides എന്നാണ് ചോദ്യം അപ്പോ ഇതിന്റെ നീളവും വീതിയും നമ്മുടെ കയ്യിലുണ്ട് പരപ്പളവും അപ്പൊ ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ
ആണ് 224 ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. നോട്ട്ബുക്കിൽ മറിച്ചു നോക്കിയാൽ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഈ ചതുരം എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ കാണാം x square plus 20x equal to 224. അടുത്ത സ്റ്റെപ്പിലെ ഇതിന്റെ പകുതിന്റെ സ്ക്വയർ കൂട്ടണം. അതിന്റെ പകുതിന്റെ സ്ക്വയർ കൂട്ടണം. അപ്പൊ എങ്ങനെയാ വരിക? x square plus 20x plus പകുതിന്റെ സ്ക്വയർ, പകുതി 10 ആണ്, 10ന്റെ സ്ക്വയർ കൂട്ടാം. 10ന്റെ സ്ക്വയർ ആണ് സ്ക്വയർ കൂട്ടാം. അപ്പോ ഈ ഭാഗത്തിന് നമുക്ക് x plus 10 whole square എന്ന് പറയാം. അപ്പുറത്തുള്ളത് 224 324 അതിന് ചെറുതാക്കിയാൽ x plus 10 equal to plus or minus root 324. ഈ 324 റൂട്ട് എത്ര നോക്കിയാൽ ആൻസർ ആയി. അപ്പൊ കിട്ടുന്നത് x plus 10 equal to 324 റൂട്ട് എത്രയാ? 324 റൂട്ട് എത്രയാ? യെസ് 18 ആണ്. അപ്പൊ x കിട്ടുന്നത് 18ന്റെ 10 കുറച്ചതാണ്. അപ്പൊ x 8 ആണ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾ നമ്മൾ പഠിച്ചു x ഉം അതിന്റെ കൂടെ 20 കൂട്ടിയതുമാണ്. അപ്പൊ വർഷങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടി 8 ഉം 28 ആണ്. 8 ഉം 28, അതായത് 8 ഉം അതിന്റെ കൂടെ 20 കൂട്ടിയത്, 8 ഉം അതിന്റെ കൂടെ 20 കൂട്ടിയത്. അപ്പൊ 8 ഉം 28 ആണ് വർഷങ്ങൾ എന്ന് മനസ്സിലാക്കാം. അവസാനത്തെ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാ, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം, 288 ആയാൽ 288 ആയാൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അത് ഇംഗ്ലീഷിൽ എഴുതിക്കോ. What are the numbers when the product of two consecutive even numbers is 288. അതായത് രണ്ട് ഇരട്ട സംഖ്യകളുണ്ട്. ഈ ഇരട്ട സംഖ്യകളുടെ പ്രത്യേകത, ഒരു ഇരട്ട സംഖ്യ 8 ആണെങ്കിൽ അടുത്ത 10 ആവും, ഒരു ഇരട്ട സംഖ്യ 16 ആണെങ്കിൽ അടുത്ത 18 ആവും. അതായത് ഇരട്ട സംഖ്യയുടെ പ്രത്യേകത ഒന്ന് മനസ്സിലായാൽ അതിന്റെ അടുത്തതാണെങ്കിൽ രണ്ട് കുട്ടിയാവും. ഇരട്ട സംഖ്യകൾ ഒന്ന് കിട്ടിയാൽ അടുത്ത് കാണെങ്കിൽ രണ്ട് കൂട്ടിയാൽ മതി. അപ്പൊ ഇരട്ട സംഖ്യകളെ എക്സും എക്സ് പ്ലസ് ടു ആണ്. ഈവൻ നമ്പേഴ്സ് എക്സ് ആൻഡ് എക്സ് പ്ലസ് ടു. അതിന്റെ പ്രൊഡക്റ്റ് രണ്ടുകൂടെ ഗുണിക്കുമ്പോ 288 എന്ന്
അത് രണ്ടും വിളിക്കുമ്പോൾ 288. അപ്പൊ ഒന്ന് മുറിച്ച് നോക്കാം. അപ്പൊ x² + 2x = 288. നമ്മൾ പഠിച്ചു ഇതിന്റെ 10ന്റെ സ്ക്വയർ കൂട്ടണം. അപ്പൊ x² + 2x ഇതിന്റെ പകുതി 1 ആണ്. 1² രണ്ട് സൈഡിലും കൂട്ടാം. രണ്ട് സൈഡിലും 1² കൂട്ടാം. അപ്പൊ ഇതിനെ നമുക്ക് x + 1² എന്ന് പറയാം. ഇപ്പുറത്തുള്ളത് 288 1 കൂട്ടിയാൽ 289 ആണ്. അങ്ങനെയാണെങ്കിൽ x + 1 എന്ന് പറയുന്നത് ±289. ഇരട്ടസംഖ്യ പോസിറ്റീവ് മാത്രം എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ x + 1 എന്ന് പറഞ്ഞാൽ 289 റൂട്ട് 17 ആണ്. 289 റൂട്ട് 17 ആണ്. അപ്പൊ സംഖ്യ 17 - 1 അതായത് 16 ആണ്. 16 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇരട്ടസംഖ്യകള് അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈവൻ നമ്പേഴ്സ് നമ്പറും അതിനോട് രണ്ട് കൂട്ടിയത്, അതായത് 16 അതിനോട് രണ്ട് കൂട്ടിയത്, 16 അതിനോട് രണ്ട് കൂട്ടിയത്, അതായത് 16ഉം 18ഉമാണ് നമ്പേഴ്സ്. 16ഉം 18ഉം ആണ് നമ്പേഴ്സ്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എഴുതി വെക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. കൂടുതൽ ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അവസാനിപ്പിക്കട്ടെ. ക്ലിയർ? സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ.